ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളിന്ന് പുതിയൊരു കുഞ്ഞൈറ്റം ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്, ഒരു വിൻഷൈൻ. അപ്പോൾ നമ്മൾ അത് പേപ്പർ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഈ റോസാപ്പൂ വെച്ചിട്ടാണ് കേട്ടോ. അത് ഭയങ്കര രസമാണ് കാണാൻ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കുറച്ച് പേപ്പർ വേണം, അതൊരു പഴയ ബുക്ക്, പിന്നെ ഒരു ഹൂപ്പ് വേണം, പിന്നെ പഴയ മാലയിൽ നിന്നെങ്ങാനും പൊട്ടിച്ചെടുത്തിട്ടുള്ള കുറച്ച് ബീഡ്സ് വേണം, പിന്നെ ഇങ്ങനൊരു കിണ്ണം അല്ലെങ്കിൽ ഗ്ലാസ്സോ അങ്ങനെ എന്തെങ്കിലും ഒരു ഐറ്റം, പിന്നെ ഫൈനലായിട്ട് ഓഫ് കോഴ്സ് കത്രിക. അപ്പം നമുക്ക് ആദ്യം കുറച്ച് പേപ്പർ കീറിയെടുക്കാം. എന്നിട്ട് അതിനകത്തേക്ക് നമ്മളെടുത്ത കിണ്ണയില്ലേ അതിൻ്റെ മൂടി വെച്ചിട്ട് ഞാൻ ഈ മൂടി വെച്ചിട്ട് തന്നെ അളവെടുക്കുകയാണ്. നിങ്ങൾക്ക് ഏത് അളവ് വേണമെങ്കിലും എടുക്കാം കേട്ടോ. അത് വെച്ചിട്ട് അളവെടുക്കുക. കുറച്ചധികം റൗണ്ടുകൾ നമ്മൾ കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഇവിടെ കുറച്ചധികം സംഭവങ്ങൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, കാരണം കുറേ ഫ്ലവേഴ്സ് ഉണ്ടാക്കണ്ടല്ലോ. നെക്സ്റ്റ് നമുക്ക് ആ ഒരു പാത്രം വെക്കുക, അല്ലെങ്കിൽ ഗ്ലാസ് എന്താണെന്ന് വെച്ചാൽ അത് വെക്കുക. അതിനകത്തേക്ക് ഈ ഓരോന്നായിട്ട് ഈ റൗണ്ട് എടുക്കുക, ഓരോ പേപ്പർ ചെയ്തെടുക്കുക, മടക്കി വയ്ക്കുക. അങ്ങനെ ഈ ഒരു സർക്കിൾ, അതായത് ആ ഒരു ഹൂപ്പ്, ഇതിൻ്റെ ഇടയ്ക്ക് ഗ്ലൂ തയ്ക്കാനായിട്ട് മറക്കരുത്. ഈ ഒരു ഹൂപ്പ് കംപ്ലീറ്റ് ആക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ കംപ്ലീറ്റ് ആക്കുന്ന സമയത്ത് പാതി എത്തുമ്പോഴത്തേക്ക് ഇത് ഫില്ലാവുന്നില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് മടിച്ചിട്ടൊന്നും നിൽക്കണ്ട. അതായത് ഇത് കുറച്ചധികം പെറ്റൽസ് ഉണ്ടെങ്കിലേ കാണാനായിട്ട് ഭംഗി ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ പഴയ ബുക്കിൻ്റെ തന്നെ അല്ലെന്നുണ്ടെങ്കിൽ ന്യൂസ് പേപ്പർ വെച്ചിട്ട് ഉണ്ടാക്കാം. അതേപോലെ തന്നെ ചാർട്ട് പേപ്പർ വെച്ചിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒരു വിൻഷൈൻ മാത്രമേ ഇത് വെച്ചിട്ട് ചെയ്യുന്നുള്ളൂ. അത് പെട്ടെന്ന് വന്നൊരു ഐഡിയ ആയതുകൊണ്ട് നിങ്ങൾക്ക് അല്ലെന്നുണ്ടെങ്കിൽ മിറർ ഡെക്കറേറ്റ് ചെയ്യാനായിട്ടോ, അല്ലെങ്കിൽ വെറുതെ വോൾ ഡെക്കോർ ആയിട്ടോ, ഫ്രെയിമിൽ വെക്കാനായിട്ടോ, അല്ലെങ്കിൽ ഒരു ഫ്ലവർ വാസിൽ വെക്കാനായിട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്കത് സ്റ്റൈൽ ചെയ്തെടുക്കാം കേട്ടോ. നെക്സ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം, മെയിനായിട്ട് എല്ലാത്തിനും ഗ്ലൂ തേച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഷുവറാക്കുക. അടുത്തതായിട്ടെന്ന് പറയുമ്പോഴത്തേക്കും ഉള്ളിലേക്ക്, അതായത് കുറച്ചധികം പെറ്റൽസ് ആയി നമുക്ക് മനസ്സിലാവുന്ന ഒരു സമയത്ത് ഉള്ളിലേക്ക് വരുമ്പോഴത്തേക്കും ഇത്തിരി ഇറക്കുക. അതായത് ഈ ഹാഫ് എന്നുള്ളത് ഒരു 3/4 വെച്ചിട്ട് ഉള്ളിലേക്ക് മടക്കി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതാകുമ്പോഴത്തേക്കും സെൻറ്ററിൽ ആ ഒരു റോസ് ഫ്ലവറിൻ്റെ പോലെ തന്നെ റൗണ്ട് ആയിട്ടിരിക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. അപ്പം ഞാൻ ഇവിടെ അത് ഏകദേശം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ സൂക്ഷിച്ച് വളരെ പതിയെ വേണം, ജസ്റ്റ് ഇങ്ങനെ പൊക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലവർ ഇവിടെ റെഡിയായി. ഇതൊക്കെയുണ്ടോ, ഭയങ്കര ക്യൂട്ടാണ്, ഭയങ്കര ഭംഗിയാണ് കാണാൻ കേട്ടോ. നമുക്ക് ഭയങ്കര ഒരു സാറ്റിസ്ഫൈഡ് ആവും നമ്മളിത് സംഭവം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും. നെക്സ്റ്റ് ആയിട്ട് നമുക്ക് വേണമെന്ന് പറയുമ്പോഴത്തേക്കും ഒരു കാർഡ്ബോർഡ് പീസ് കട്ട് ചെയ്തെടുക്കുക. അത് ഏതെങ്കിലും ഒരു കുഞ്ഞ് ബുക്കിൻ്റെ ബൈൻഡ് ആണെങ്കിലും മതി കേട്ടോ. പിന്നെ കുറച്ച് ഇങ്ങനത്തെ ത്രെഡ് വേണം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുറച്ച് ബീഡ്സും വേണം. അടുത്തതായിട്ട് നമുക്ക് ഈ ബീഡ്സ് ഫസ്റ്റ് തന്നെ ആ ത്രെഡിലേക്ക് ഇങ്ങനെ കൊരുത്ത് കൊടുത്തിട്ട് തുമ്പത്ത് കെട്ടിട്ട് കൊടുക്കുക. അതായത് ബീഡ്സ് ഊരി പുറത്തേക്ക് പോരാൻ പാടില്ല. അത്യാവശ്യം നല്ല രീതിയിൽ വലുതായിട്ടൊരു കെട്ടിട്ട് കൊടുക്കുക. ഇത്തിരി വെയിറ്റ് ഉള്ള ബീഡാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഇത്തിരിയോടെ ബെറ്റർ. വല്ല കുഞ്ഞു സാധനം എടുക്കുന്നതിനെക്കാട്ടും നല്ല ഇത്തിരി വെയിറ്റ് ഉള്ള സംഭവം എടുക്കുന്നതാണ് കേട്ടോ. എന്നിട്ട് നമുക്കൊരു ഇത്തിരി, അതായത് നോർമലി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിനെക്കാട്ടിലും ഒരു ശകലം കൂടെ ലെങ്ത് ഇട്ടുകൊണ്ട് നമുക്കത് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ആ പേപ്പറിൻ്റെ താഴ്ന്ന മുകളിലേക്ക്, അതായത് ആ ഫ്ലവറിൻ്റെ സെൻറ്ററിൽ നിന്ന് നമ്മൾ ആ നൂല് കോർത്ത് മുകളിലേക്ക് കയറ്റുക. എന്നിട്ട് നമ്മൾ ആ കാർഡ്ബോർഡിനകത്ത് ഒരു സെൻറ്ററിൽ ഒരു ഹോൾ ഇട്ട് കൊടുത്തിട്ട് അതിനകത്തോടും കൂടെ കയറ്റി കൊടുക്കുക. എന്നിട്ട് ഞാനിവിടെ ഇപ്പോൾ തൽക്കാലം സെല്ലോ ടേപ്പ് അല്ല, മാസ്കിംഗ് ടേപ്പാണ്, അത് വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കുകയാണ് കേട്ടോ. നിങ്ങൾക്ക് ഗ്ലൂ ചെയ്യാം, ഗ്ലൂ ഗൺ യൂസ് ചെയ്യാം, എന്താണെന്ന് വെച്ചാൽ അത് ഒട്ടിയിരിക്കാൻ എന്താണോ മാർഗം കൃത്യമായിട്ട് നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം കേട്ടോ. അങ്ങനെ ഈ സംഭവം നമ്മൾ എല്ലാത്തിലും ചെയ്തെടുക്കണം. ഞാൻ ഇവിടെ എല്ലാം അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ ഹൂപ്പ് എടുക്കാം. ഹൂപ്പ് ഞാൻ ഇങ്ങനെ ആ വയർ ഫുള്ള്, ആ ത്രെഡ് ഫുള്ള് ഇങ്ങനെ ചുറ്റി കൊടുക്കുകയാണ് കേട്ടോ, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. എന്നിട്ട് ഞാനിപ്പോൾ തൽക്കാലം ആ ഹൂപ്പ് അവിടേക്ക് ഹാങ് ചെയ്തിട്ടിട്ടുണ്ട്. അതായത് നമുക്ക് കെട്ടി കൊടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അത് ഞാൻ ഒന്നും നോക്കുന്നില്ല. അതായത് ഓപ്പോസിറ്റ് പ്ലസ് പോലെ പാരലായിട്ട് എല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ രണ്ടെണ്ണത്തിൻ്റെ ഇടയിലേക്കും കൂടെ ഓരോന്ന് വെച്ചിട്ട് ഞാൻ കെട്ടി കൊടുക്കുകയാണ്. അത് ഞാൻ റഫായിട്ട് കെട്ടി കൊടുക്കുന്നതേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ ഒരു സ്പൈറൽ ലുക്ക് വരുത്താനായിട്ട് നമുക്ക് ലാസ്റ്റ് പറ്റും. അതായത് എല്ലാം കെട്ടി കഴിഞ്ഞതിന് ശേഷം നമുക്ക് അത് അറേഞ്ച് ചെയ്തെടുക്കുന്നതായിരിക്കും ഇത്തിരിയോട് ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം. അപ്പോൾ ഇത്തിരിയോടെ നമ്മുടെ പണി എളുപ്പമാക്കും കേട്ടോ. അങ്ങനെ കെട്ടിക്കൊടുത്ത് അത് സെക്യൂർ ആയി കഴിയുമ്പോഴത്തേക്ക് ആ ബാലൻസ് ഉണ്ടെങ്കിൽ ത്രെഡെല്ലാം കൂടെ മുകളിലേക്ക് ഞാൻ പിടിച്ച് അപ്പോൾ നമ്മൾ ആദ്യം കെട്ടിക്കൊടുത്ത ആ ഒരു ഹാങ് ചെയ്യാൻ വേണ്ടി കെട്ടിക്കൊടുത്തതിനകത്തേക്ക് ചുറ്റി വയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്തിരി നല്ല വൃത്തിക്ക്, അതായത് ബാലൻസ്ഡ് ആയിട്ട് ഇരിക്കും അത്. പിന്നെ ബാക്കി ഉണ്ടായിരുന്ന കുറച്ച് പേപ്പേഴ്സ് ഞാൻ ആ ത്രെഡിലേക്ക് ചുറ്റി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ ജൂട്ടിൻ്റെ പീസും കൂടെ എടുത്തിട്ട് അത് കവർ ചെയ്ത് കൊടുത്തപ്പോഴത്തേക്കും നമ്മുടെ വെഞ്ചിന് റെഡി ആയിട്ടിട്ട് ഭയങ്കര ഭംഗിയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്